മാക്സിലെ പെയിനോട് മീഡിയൽ ലെഫ്റ്റ് മാക്സിലെ source of referral other names transverse thoracic names transverse thoracic transverse triangle transverse thoracic triangular sternal transverse thoracic triangular sternocostal transverse thoracic triangular sternocostal transverse thoracic muscle triangular sternocostal transversus thoracic muscle, triangularis sternus, sternocostalus muscles is left phrenic nerve, parietal peritoneum, left phrenic nerve, parietal peritoneum and diaphragm, mediastinal and diaphragmatic pleura on left side. So left phrenic nerve, parietal peritoneum, diaphragm and mediastinal and diaphragmatic, mediastinal pleura and diaphragmatic pleura on the left side. So left phrenic nerve, parietal peritoneum on the diaphragm, mediastinal parietal peritoneum on the diaphragm, mediastinal and diaphragmatic pleura on the mediastinal diaphragmatic pleura on the left side. Phrenic nerve, mixed nerve, C4 ramus, C3 and C5 ventral, C4 ramus, C3 and C5. മാഗ്നറ്റ് ഹായ്, ഹലോ, സുഖാണോ? എന്തുണ്ട് വിശേഷം? ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ? ഓക്കെ ആണോ? ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ 7th month തുടങ്ങി, സെപ്റ്റംബറിലാണ് ഡെലിവറി ഡേറ്റ്. പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് വാഷ്റൂമിൽ സ്ലിപ്പായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമില്ല, ഓക്കെയാണ്. അങ്ങനെ left phrenic nerve, parietal peritoneum on diaphragm, mediastinal diaphragmatic pleura on left side phrenic nerve, which is the next nerve. So C4 ramus, C3 and C5 ventral rami, C4 ramus, C3 and C5 ventral rami. Right phrenic nerve passes through renal cavity opening. കുഴപ്പമില്ലടാ, അൽഹംദുലില്ലാ ഓക്കെയാണ്. വാഷ്റൂമിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചൊക്കെ തന്നെ കയറുന്നത്, പക്ഷേ എന്താണെന്നറിയില്ല, സ്ലിപ്പായിപ്പോയി. പെട്ടെന്ന് വീണപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യവും ഞാൻ മറന്നുപോയി. ആ ഒരു 10 സെക്കൻഡത്തേക്ക് ഒന്ന് ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ എവിടെയും വലിയ കാര്യമായിട്ട് അങ്ങനെ ഇടിച്ചതോ ഒന്നും ഇല്ല, വയറോ നടുവോ ഒന്നും ഇടിച്ചില്ല. എൻ്റെ കാലും കൈയും ഒക്കെയാണ് ഇടിച്ചത്. ലെഫ്റ്റ് ഷോൾഡർ, ലെഫ്റ്റ് ഫോറാം, ലെഫ്റ്റ് തൈ ഒക്കെയാണ് ഇടിച്ചത്. അങ്ങനെ പിന്നെ വേറെ കുറച്ച് നേരം നോക്കി, ബേബി മൂവ്മെൻറ്റ്സ് കുഴപ്പമില്ല, വേറെ ബ്ലീഡിങ്ങോ ഡിസ്ചാർജോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ വലുതായിട്ട് കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചു. അന്ന് ഇത് പറ്റിയ ഉടനെ തന്നെ സത്യത്തിൽ ഇപ്പോൾ എന്താ ചെറിയൊരു ഹെഡേക്ക് ആണെങ്കിലും പ്രഗ്നൻസിയിൽ അത് വിഷയമാണല്ലോ. പക്ഷെ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ല. കറക്റ്റ് ആ ഒരു ടൈമിലായിരുന്നു ചെക്കപ്പ് ഡേറ്റ് വന്നത്. അതിൻ്റെ പിറ്റേ ദിവസം ആയിരുന്നു ചെക്കപ്പിൻ്റെ ഡേറ്റ്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാനൊരു കഥ പറയുന്ന പോലെ സാധാ ഇന്നലെ ജസ്റ്റ് ഒന്ന് സ്ലീപ്പ് ചെയ്തായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു. അന്നേരത്തേക്ക് അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുന്നതിന് മുന്നേ ആദ്യം വൈറ്റൽസൊക്കെ എടുക്കും. അപ്പോൾ ആദ്യം വൈറ്റൽസ് എടുക്കുന്ന ആ നഴ്സുമാരിരിക്കുന്ന റൂമിൽ അവിടെ ഞാൻ പറഞ്ഞത്, അവർ വേറെ സിസ്റ്ററിനെ വിളിക്കുന്നു, അപ്പോൾ തന്നെ കോൾ ചെയ്യുന്നു, നേരെ സ്കാൻ റൂം അറേഞ്ച് ചെയ്യുന്നു, അപ്പോൾ തന്നെ നേരെ ഡോക്ടർ വരുന്നു, സ്കാൻ ആക്കുന്നു. പിന്നെ എമർജൻസി ആയിട്ട് റേഡിയോളജിസ്റ്റിനോട് പറയുന്നു. പിന്നെ റേഡിയോളജിസ്റ്റിൻ്റെ സ്കാൻ എമർജൻസി ആയിട്ട് നമ്മൾ മുന്നേ കൂട്ടി അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്താൽ ഒരു 25 days അങ്ങനെയൊക്കെ സമയമെടുത്ത് റേഡിയോളജിസ്റ്റിൻ്റെ ഇത് കിട്ടുള്ളൂ.
പ്രഗ്നൻസിയിൽ ഓരോ സ്കാനിന് NT സ്കാൻ, അനോമലി സ്കാനൊക്കെ. പക്ഷേ ഇത് എമർജൻസി റേഡിയോളജിസ്റ്റിനെ വെച്ചിട്ടുള്ള സ്കാനും എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ, എന്തെങ്കിലും സംഭവിച്ചോന്ന് അറിയണ്ടേ, ബേബി ഓക്കെ ആണോ, ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് എല്ലാം ചടപടയെന്നായിരുന്നു. അന്നേരമാണ് എനിക്ക് പെട്ടെന്ന് അയ്യോ ഇത് ഇത്രയും വലിയ സംഭവമൊക്കെ ആയിരുന്നല്ലേ. ഞാൻ ഓക്കെ ആയതുകൊണ്ട് ഞാനതത്ര മാറ്റർ ചെയ്തില്ല. പക്ഷേ പിറ്റേന്ന് ചെക്കപ്പ് ഡേക്ക് പോയപ്പോൾ ആണ് ഓ യാ അല്ലാ ഇത് ഇത്രയും വലിയ സംഭവമായിരുന്നല്ലേ എന്ന് അറിഞ്ഞത്. എന്തായാലും അൽഹംദുലില്ലാ എന്താണെന്നറിയില്ല, കുഴപ്പമൊന്നും ഇല്ല എന്ന്. കുഴപ്പമൊന്നും ഇല്ല, സ്കാനിലൊന്നും കുഴപ്പമില്ല. വല്ലാത്തൊരു വീഴലായിരുന്നു. കാരണം ഞാനും ലെഫ്റ്റ് കാല് വെച്ച് വാഷ്റൂമിൽ കയറിയിട്ട് അപ്പോൾ എനിക്ക് ഗ്രിപ്പ് കിട്ടിയില്ല. റൈറ്റ് കാല് കൊണ്ടൊന്ന് ബാലൻസ് ചെയ്യാൻ നോക്കി, അപ്പോൾ റൈറ്റ് കാലും തെന്നിപ്പോയി. വീണ്ടും ലെഫ്റ്റ് കാല്. അങ്ങനെ ഞാൻ എന്താ പറയുന്നത്, ഒരു 4 തവണ അങ്ങനെ സ്ലിപ്പായി. എനിക്ക് ഗ്രിപ്പ് കിട്ടിയില്ല. ലെഫ്റ്റ് കാല് ഇടിച്ചാണ് വീണത്. ഭാഗ്യത്തിന് ഹിപ്പോ വയറോ ഇടിച്ച് അങ്ങനെയൊന്നും അല്ല വീണത്. ഏതായാലും മീൻ വാൻ ഹൈ മാഗ്നറ്റ് അല്ല. എന്നാലും പെട്ടെന്ന് കേട്ടപ്പോൾ വിഷമമായി. ഷംസീർ ഉമ്മായൊക്കെ പേടിച്ചു. ഉമ്മ വന്നു, ഉമ്മായും സത്യത്തിൽ പേടിച്ചു വീണപ്പോൾ. ഷംസീർ ഹായ് ഇത്ത, ഹായ് സുഖമാണോ? സുഖമാണ് അൽഹംദുലില്ലാ, ഇങ്ങനെ പോകുന്നു. എത്ര നാളായി കണ്ടിട്ടോ. ഇവിടെ ഒരു ദിവസം തലവേദന, പിന്നെ കാലുവേദന, കാലൊക്കെ നല്ല നീരടിച്ച് ബലൂൺ പോലെയായി, നടക്കാനോ ഒന്നും വയ്യ. പിന്നെ അങ്ങനെയൊക്കെ ഒരു ഉമ്മാക്കൊരു ഹായ്. ഉമ്മ കിച്ചണിൽ കുക്കിങ്ങിലാണ്. ഞാനിപ്പം കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ടിരിക്കുന്ന, ചോറിപ്പോൾ കഴിക്കാൻ ഒരു മൂഡില്ല. അപ്പം ഞാൻ പറഞ്ഞു ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാം. അതുകൊണ്ട് ഉമ്മ ഇങ്ങനെ മത്തി വറുത്തതും ചോറും തോരനും കറിയൊക്കെ ആയിട്ട് സെറ്റാക്കുന്നു. എന്ത് സുഹൃത്തെ ശ്രദ്ധിക്കത്ത എടാ നല്ല രീതിയിൽ ശ്രദ്ധിച്ച്. ഞാൻ വാഷ്റൂമിലൊക്കെ കയറും, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും ഉമ്മയോടെ പറയുന്നത് പതിയെ കയറണം എന്നൊക്കെ. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, വരാനുള്ളതായിരുന്നു എന്ന് പറയാം. ഞാനിങ്ങനെ പതിയെ ഡോറിൻ്റെ ഹാൻഡിലൊക്കെ പിടിച്ച് വലത്തെ കൈ കൊണ്ട് ഭിത്തിയിലോ ഒക്കെ പിടിച്ചു അങ്ങനെ പതിയെ മന്ദം കയറുന്ന എനിക്ക് അന്ന് എനിക്കെന്തോ അറിയില്ല, എനിക്ക് അങ്ങനൊരു വിധി ഉണ്ടായിരുന്നു. സത്യമാടാ, എത്ര ശ്രദ്ധിച്ചാലും ഒരു നിമിഷം മതി. എന്നാലും ടേക്കൻ സത്യമാടാ, എന്താ വരാനുള്ളത് പോലെ. ഇത് സംഭവിച്ച ടൈമിലൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ അന്ന് രാത്രി കിടക്കാൻ നേരത്ത് എനിക്ക് വല്ലാത്ത പേടിയായി. ഈ ഒരു ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക കേട്ടോ. വിധിയെ പഴിക്കേണ്ടത് അതും സത്യമാണ്. തറയിലും ആകാശത്തും നോക്കാതെ നടന്നിട്ട് വിധി ഇതാ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നോക്കുന്നുണ്ടടാ. ഇതിന് മുന്നേ എപ്പോഴായിരുന്നു, നമ്മൾ റൂമിൻ്റെ പുറത്തൊരു കുറച്ച് പാത്രങ്ങൾ അതൊക്കെ വെക്കുന്നൊരു സ്പേസ് ഉണ്ട്. റൂമിൻ്റെ പുറത്താണ്, ഗേറ്റിൻ്റെയും അവിടെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കുറച്ച് പാത്രം സെറ്റാക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ ഇരുന്ന 4 പ്ലൈവുഡ് അത് വന്ന് വീണ. ഭാഗ്യത്തിന് എൻ്റെ കാലിൻ്റെ ലാസ്റ്റത്തെ 2 വിരലിൻ്റെ വലത്തെ കാലിൻ്റെ അവിടെ വീണുള്ളൂ, അത്രയും വീണതും ഇല്ല ഭാഗ്യത്തിന്. എല്ലാം ട്രാജഡി തന്നെയാണ്. പക്ഷെ അന്നൊന്നും സംഭവിച്ചില്ല. ഇപ്പോഴും വാഷ്റൂമിൽ വീണതും എനിക്കറിയില്ല, എന്തോ വേറെ വല്ലവർക്കും ആയിരുന്നെങ്കിൽ എന്തെങ്കിലും വലുതായിട്ട് തന്നെ, എനിക്കറിയില്ല, എന്തോ പടച്ചോൻ സഹായിച്ചു എന്ന് തന്നെ പറയാം. ഉമ്മ വന്നിട്ടിപ്പോൾ 2 ആഴ്ച ആവാനായി. അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്ന. ജാഫർ അലി, മുന്നത്തെ എൻ്റെ ലൈവ് എന്താ പറയുന്നത്, ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോയി. ആയത്തെ കുറിച്ച് വായിച്ചു എപ്പോഴും അതാ രക്ഷിക്കട്ടെ. ഓതാടാ ആയത്തെ കുറിച്ചൊക്കെ ഓതുന്നുണ്ട്. അങ്ങനെ സ്റ്റാർട്ടിങ്ങൊക്കെ ഉള്ളതുപോലെ സ്റ്റാർട്ടിങ്ങൊക്കെ ഭയങ്കര കൺസിസ്റ്റൻ്റായിട്ട് മറിയം സൂറത്തും പിന്നെ മറ്റേ ലവ് ആൻഡ് ജൽന ഉണ്ടല്ലോ, ഹഷർ സൂറത്തിലെ ലാസ്റ്റത്തെ 4 ആയത്ത്, അതെല്ലാം പ്രഗ്നൻസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പോലെയാണല്ലോ. അതൊക്കെ ആദ്യമൊക്കെ ഓതുമായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നിനും വയ്യ. നിസ്കരിക്കുന്നു, എണീക്കുന്നു, അങ്ങനെ. ഉമ്മാനോട് എൻ്റെ അന്വേഷണം പറയണേ പറയാടാ. ഉമ്മ കിച്ചണിലാണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പറഞ്ഞേനെ.
പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം കേട്ടോ. ഇന്നത്തെ എൻ്റെ പ്ലാനെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് വരുന്നതിന് മുന്നേ ഇതിലെ നോട്ട്സ് ഫുള്ള് വായിക്കണം. ഇവിടം വരെ ഉള്ളൂ, ഇത് ഫുള്ള് ബ്ലാങ്കാണ്. ഇത് ഫുള്ള് വായിക്കണം. എന്താ ഇത്താ നെയിമൊക്കെ സെറ്റായോ? ഇല്ല, ഇതുവരെ സെറ്റായില്ല. ഓരോ പേര് കാണുമ്പോൾ വിചാരിക്കും ആ പേര് ഇടണം, അങ്ങനെ ഇങ്ങനെ വിചാരിക്കും. ഓക്കെ ഇത്താ എന്നാ പഠിച്ചു. ഇല്ല, നീ എന്താടാ മെസ്സേജ് ഡിലീറ്റ് ആക്കിയത്? ഓരോ പേര് കാണുമ്പോൾ ഈ പേരെങ്ങനെയുണ്ട്, ആ പേരെങ്ങനെയുണ്ട് എന്നൊക്കെ മൈൻഡിൽ ഇങ്ങനെ തോന്നും. പക്ഷേ ഇതുവരെയും പേര് സെറ്റായില്ല. പിന്നെ ഏതെങ്കിലും പേര് തപ്പിയെടുത്തിട്ട് വരുമ്പോൾ അത് കുടുംബത്തിൽ ആർക്കെങ്കിലും കാണും. അതുകൊണ്ട് ഇതുവരെയും പേരൊന്നും സെറ്റായില്ല. അങ്ങനെ നീ അയക്കിങ്ങോട്ട് പേര് സെറ്റായോ എന്ന് ചോദിക്കാതെ. പിന്നെ ഷംസീർ ജാഫറിലേക്ക് പോയോ? മാഗ്നറ്റ്. നിൻ്റെ എന്താ ക്ലാസ് കഴിഞ്ഞോ? മാഗ്നറ്റ്. ഷംസീർ വീട്ടിലൊക്കെ വിളിച്ചോ? എന്താ വിശേഷം? വാൽനട്ട് വേണോ ആർക്കേലും? എനിക്ക് വേണം വലുതും. ധൈര്യമായിട്ട് തരാം. എനിക്കിഷ്ടമില്ലാത്ത സാധനം. പണ്ടും പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ഈ ആൽമണ്ടും വാൽനട്ടൊക്കെ വാരിക്കോരി കഴിച്ചിരുന്ന സാധനമായിരുന്നു. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം തിന്നാനും വയ്യ. ആരെങ്കിലുമൊക്കെ എടുത്ത് തന്നാൽ വേണമെങ്കിൽ കഴിക്കാം. ആ ഒരവസ്ഥയെത്തി. ഇന്ന് ലീവ് എടുത്തു. ഇന്നലെ ലേറ്റായിട്ട് വീട്ടിലെത്തിയപ്പോൾ ഓഹോ, അങ്ങനെ ലീവൊക്കെ എടുക്കാൻ പറ്റുമോ? അറ്റൻഡൻസ് ഒക്കെ ഇല്ലേടാ? ഇതെന്താണ് ലീവൊക്കെ എടുത്തു എന്നോ? ഉമ്മ എനിക്ക് ആപ്പിളും പീറും അവക്കാഡോ ഇതെല്ലാം കട്ടാക്കിയിട്ട് കുറച്ച് വാൽനട്ടും ആൽമണ്ടും ഒക്കെ, അത് ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് വെള്ളത്തിട്ട് വെച്ചതാണ്. ഇതുവരെയും അത് കഴിഞ്ഞിട്ടില്ല. അതൊക്കെ കളറ് മാറി. പീറാവട്ടെ ആപ്പിളാവട്ടെ, ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് തന്നെ വല്ലാതെ തോന്നുന്നു. അതല്ല, കൊതി വിടുമെന്ന് വെച്ചിട്ടല്ല, അതിൻ്റെ കളറൊക്കെ പോയി വല്ലാതിരിക്കണം. So right phrenic nerve passes through vena cava opening. Pericarditis. Pericarditis means inflammation in the pericardium. So pain in the left shoulder and neck. Phrenic nerve. Phrenic nerve pain referred to supraclavicular region, shoulder, lateral neck area. Dermatomes C3, 4, 5.
in the supraclavicular region, shoulder supraclavicular region, lateral neck area, dermatom C3, 4, 5, perineal pain and definition of neck of pain, supraclavicular region, shoulder of foot, lateral neck area, dermatom C3, 4, 5. ഇതാ ഈ പേജിൽ ടോപ്പിൽ എന്താ കുറേ ഷേപ്സ്. എവിടെയാണ്? ഇവിടെയോ? ഈ പേജിൻ്റെ ഇതോ? ഇതാണോ നീ ഉദ്ദേശിക്കുന്നത് അതോ അതാണോ നീ ഉദ്ദേശിക്കുന്നത്? ഈ പേജിൽ അപ്പം ഇവിടെ ഈ സൈഡിലത്തെ ഇതൊക്കെയാണോ ഈ വരയും കുറയും? ഇതാണോ? ഇതാണ് എങ്കിലും എന്താ പറയുന്നു, ചുമ്മാ വേറെ പണിയൊന്നും ഇല്ലടാ. ലെഫ്റ്റ് ഫ്രണ്ടിക് നെർവ് എന്ന് പറഞ്ഞപ്പോഴേക്കും ജസ്റ്റ് ഒരു എക്സ്റേ പോലെ ഒരു ബോക്സ് വരച്ചിട്ട് ലെഫ്റ്റ് സൈഡ് അല്ലേ, ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടിക് നെർവ് എന്ന് പറയുമ്പോൾ ഡയഫ്രത്തിൻ്റെ അവിടെയാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഡയഫ്രത്തിൻ്റെ അവിടെ ഇങ്ങനെ 2 ഡയഫ്രം വരച്ചിട്ട് ലെഫ്റ്റ് ഫ്രണ്ടിക് നെർവ് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത്, അങ്ങനെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ വെറുതെ ചെയ്യുന്നു. ഇത് വീട് വരച്ചതൊന്നും അല്ല. ട്രാൻസ്വേഴ്സസ് സൊറാസിസ് മസിലിന് വേറെ പേരാണ് ട്രയാങ്കുലാരിസ് സ്റ്റേർണെ, വേറെ പേരും ഉണ്ട് സ്റ്റേർണോ കോസ്റ്റാലിസ്. അപ്പോൾ വെറുതെ ടി ട്രയാങ്കുലാരിസ് സ്റ്റേർണെ, അതുപോലെ തന്നെ സ്റ്റേർണോ കോസ്റ്റാലിസ്, അതൊരു വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതി വെച്ചു. ഇങ്ങനെ പലതും ഇതിൽ കാണാം. പിന്നെ റൈറ്റ് ഫ്രണ്ടിക് നെർവ് എന്ന് പറയുമ്പോൾ വീനക്കാവൽ ഓപ്പണിങ്ങിൻ്റെ അകത്ത്, അപ്പോൾ ഇത് സുപ്പീരിയർ വീനക്കാവ, ഇത് ഇൻഫീരിയർ വീനക്കാവ, അതുകൊണ്ട് ഇങ്ങനെ ഒരു സിഗരറ്റ് പോലെ പോകുന്നത്. അപ്പോൾ വീനക്കാവൽ ഓപ്പണിങ് വഴിയാണ് റൈറ്റ് ഫ്രണ്ടിക് നെർവ് പോകുന്നത്. അപ്പോൾ പിന്നീട് ഈ ബുക്കിൻ്റെ അവിടത്തെയും ഇവിടത്തെയും ഈ വീട് വരച്ചതും ഇതൊക്കെ മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ എല്ലാ പേജിലും കാണും എന്തെങ്കിലുമൊക്കെ. ഓക്കെ, സെറ്റ് സെറ്റ്. Elevation of dome of diaphragm, elevation of dome of diaphragm, phrenic nerve, paradoxical respiration, phrenic nerve and damage. Left phrenic nerve anterior to scalenus, anterior superior intercostal artery, branch of cervical trunk. So superior intercostal artery, first 2 posterior intercostal arteries. So elevation of dome of diaphragm, phrenic nerve, paradoxical respiration, phrenic nerve damage will be there. Left phrenic nerve anterior to scalenus anterior. So left phrenic nerve anterior to scalenus anterior, superior intercostal artery, it is a branch of costo-cervical trunk. Superior intercostal artery first supplies first to posterior intercostal arteries. Superior intercostal artery, branch of costo-cervical trunk. Superior intercostal artery supplies first to posterior intercostal arteries. Upper 9 intercostal spaces. So is 2 anterior intercostal artery and 1 posterior intercostal artery. 2 anterior intercostal artery, 10th and 11th there is no anterior intercostal artery. 1 posterior intercostal artery, 10th and 11th there is 1 posterior intercostal artery. So upper 9 intercostal spaces, 2 anterior intercostal artery, 1 posterior intercostal artery, 2 anterior intercostal artery there, 10th and 11th there is no anterior intercostal artery. Only 9 intercostal spaces, there are 2 anterior intercostal artery and 1 posterior intercostal artery. In anterior intercostal artery, 10th and 11th, no anterior intercostal artery. Posterior intercostal artery, 10th and 11th, there is 1 posterior intercostal artery. Anterior intercostal artery, internal thoracic artery, anterior intercostal artery arises from internal thoracic artery and musculophrenic artery, internal thoracic artery and musculophrenic artery, internal thoracic artery, upper 6 spaces, musculophrenic artery, 7th to 9th spaces, anterior intercostal artery, internal thoracic artery, upper 6 spaces, musculophrenic artery, 7th to 9th spaces.
So internal thoracic artery. So this is internal thoracic artery. Anterior intercostal artery arises from internal thoracic artery and musculophrenic artery. Internal thoracic artery upper 6 spaces. Musculophrenic artery 7th to 9th spaces. So upper 9 intercostal spaces, 2 anterior intercostal artery, 1 posterior intercostal artery. 10th and 11th there is no anterior intercostal artery. 10th and 11th there is only 1 posterior intercostal artery. Anterior intercostal artery arises from internal thoracic artery and musculophrenic artery. Internal thoracic artery upper 6 spaces. Musculophrenic artery 7th to 9th spaces. So this is subclavian artery, internal thoracic artery, anterior intercostal artery, musculophrenic artery, 6th intercostal space, 7th to 9th spaces. Now superior epigastric artery, 6th intercostal space. Superior epigastric artery. Superior epigastric artery, 6th intercostal space, musculophrenic artery, 6th intercostal space, 7th to 9th spaces. Rib notching, so chest X-ray, rib notching. Rib notching is seen in Turner syndrome. There is enlargement of arteries in inferior rib margin. So posterior intercostal arteries, there are 11 pairs. First 2 pairs. Superior intercostal artery is a branch of posterior intercostal artery, 11 pairs, which is a branch of first 2 pairs, lower 9 pairs, first 2 pairs. Superior intercostal 11 pairs out of 11 pairs, first 2 pairs superior intercostal artery, which is a branch of costocervical trunk, and lower 9 pairs, descending thoracic aorta. So posterior intercostal arteries 11 pairs, first 2 pairs is superior intercostal artery, branch of CCT, and lower 9 pairs descending thoracic aorta, motion Turner syndrome, enlargement of arteries in inferior rib margin. Coarctation of aorta. So rib notching is seen in Turner syndrome. Coarctation of aorta. Congenital heart disease. There is enlargement of left subclavian artery. So coarctation of aorta. There is rib notching is also seen in coarctation of aorta, congenital heart disease, enlargement of left subclavian artery, postductal coarctation of aorta, blood flow to lower limb, there is increased blood flow. So coarctation of aorta, there is rib notching. So coarctation of aorta, there is rib notching, congenital heart disease, enlargement of left subclavian coarctation of aorta, rib notching, congenital heart disease,
ഓക്കെ ഇത്ത ഞാൻ പിന്നെ വരാം, ടേക്ക് ഓക്കേടാ, ഓക്കെ ഓക്കെ. Coactation of aorta also there is a project in general heart disease, enlargement of left subclavian postductal coactation of postductal coactation of aorta. There is blood flow to lower limb, increased blood flow. So increased blood flow by intercostal artery, superior epigastric artery, intercostal artery and superior epigastric artery. Superior epigastric artery is this. So post ductal coactation aorta, there is blood flow to lower wing, there is blood flow to intercostal artery as well as superior epigastric artery. Coactation aorta, repulsion, there is congenital enlargement of subclavian, left subclavian artery, post ductal coactation of aorta, blood flow to lower wing, there is blood flow to intercostal artery and superior epigastric artery. First posterior intercostal vein, first posterior intercostal vein, brachiocephalic vein or vertebral vein. First posterior intercostal vein, brachiocephalic vein, vertebral, first posterior intercostal vein. To brachiocephalic vein or vertebral vein. So first posterior intercostal vein. First posterior intercostal vein towards the brachiocephalic vein or vertebral vein. So right side and left side, second posterior intercostal vein, third and fourth posterior intercostal vein towards right superior intercostal vein, arch of azygos vein, lower spaces, azygos vein. So second, third and fourth, 2, 3, 4. Superior intercostal vein into arch of azygos vein, arch of azygos vein. So left side, second, third, fourth, left superior intercostal vein towards left brachiocephalic vein, So fourth, fifth, fourth is having two branches. Sometimes left superior intercostal vein and left brachiocephalic vein. Fourth, fifth, sixth, seventh, eighth accessory hemiazygos vein. 9th, 10th and 11th hemiazygos vein. So first posterior intercostal vein towards brachiocephalic vein or vertebral vein, 2, 3, 4. Second, third and fourth right side posterior intercostal vein towards the right superior intercostal vein, then to arch of azygos vein and lower spaces completely towards the azygos vein. Left side posterior intercostal vein, 2, 3 and 4 sometimes towards the left superior intercostal vein, then towards left brachiocephalic vein, 4th, 5th, 6th, 7th and 8th towards accessory hemiazygos vein, 9th, 10th and 11th hemiazygos vein. So 4 to 8 accessory hemiazygos vein, 9 to 11 hemiazygos vein. Left superior intercostal vein drain into left brachiocephalic vein. Tributaries of brachiocephalic vein, left and right internal thoracic veins, left and right inferior thyroid veins, left superior intercostal vein drains into left brachiocephalic vein.